ഇന്ന് ഞാൻ ഓട്ടോ സാക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോ സാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് എമിലി കൗ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ഈ ഓട്ടോ സാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ ലോകത്തിന് അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത് അവതരിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80s 90s ലോകത്ത് മാനസികവും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന പല രോഗികളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ഓട്ടോ സാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം അവരിൽ പരിശീലിപ്പിച്ച സമയത്ത് അവർ സെൽഫ് ഹീലിംഗ് നടന്നു, അതായത് സ്വയം രോഗവിമുക്തി നടന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നമുക്ക് ഓട്ടോ സാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യമായി തന്നെ ഓട്ടോ സാക്ഷനും അതോടൊപ്പം തന്നെ അഫർമേഷനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അതായത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യിക്കുക എന്നുള്ളത്. അഫർമേഷൻ നമുക്ക് നടന്നുകൊണ്ടും അതോടൊപ്പം തന്നെ ഓടിക്കൊണ്ടും എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ ഓട്ടോ സാക്ഷൻ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അതിനുശേഷം കണ്ണുകൾ അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദമുണ്ടാക്കാതെ നമ്മൾ മനസ്സിൽ ഇത് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിൽ ഇത് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ മനസ്സും ശരീരവും ശാന്തമാക്കി വെക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മനസ്സ് പൂർണ്ണമായും, അതായത് നമ്മളെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഒരു മെഡിറ്റേറ്റീവ് തലത്തിലെത്തിയതിന് ശേഷം മാത്രമേ ഈ ഓട്ടോ സാക്ഷൻ യൂസ് ചെയ്യാവൂ. അതായത് നമ്മളെ ഏതൊരു ആഗ്രഹത്തെ നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മളെ ഒരു മയക്കത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മളെ മാനസികമായിട്ട് ഒരു എന്താ പറയുക ഒരു ഹിപ്നോട്ടിക് തലത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സോ അതോടൊപ്പം തന്നെ അഫർമേഷൻസോ ഉണ്ട്. നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓട്ടോ സാക്ഷനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇൻ എവരി വേ എവരി സെക്കൻഡ് ഐ ആം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ്. അതായത് ഓരോ നിമിഷത്തിലും ഓരോ വഴികളിലൂടെയും ഞാൻ എന്നും ബെറ്ററായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അന്നേരം ഇതേപോലെ തന്നെയുള്ള വിവിധതരം ഓട്ടോ സാക്ഷൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാതെ കിട്ടുന്നതാണ്. അന്നേരം അതിലേതെങ്കിലും നല്ലൊരു ഓട്ടോ സാക്ഷൻ വെച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഇത് മനസ്സിൽ ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. എപ്പോഴും പോസിറ്റീവായ രീതിയിലും അതോടൊപ്പം തന്നെ മനസ്സ് ശാന്തമാക്കിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ്. പലപ്പോഴും ഇന്നർ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് തെറാപ്പിയിലാണ് ഈ ഒരു ഓട്ടോ സാക്ഷൻ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞിരിക്കുന്ന വേദനകളും അതോടൊപ്പം തന്നെ നമ്മളെ പെയിൻസും എല്ലാം തന്നെ ഈ ഓട്ടോ സാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിലൂടെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഓട്ടോ സാക്ഷൻ പരിശീലിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഈ വരുന്ന വെള്ളിയാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.